148 പീസാണ് നമുക്ക് വരുന്നത്. അപ്പം ഒരു ഡയപ്പറിന് 4 രൂപയാണ് റേറ്റ് വരുന്നത്. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തമിഴിൽ ഉണ്ടാവും തന്നെ ഒരു അടിപൊളി വീഡിയോ ആണ്. ന്യൂ പാരൻസിനും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും ഇത്. ഞാൻ എൻ്റെ മോക്ക് ചെറുപ്പം തൊട്ടേ മീൻസ് എൻ്റെ മോക്ക് ഇപ്പം 7 മാസം ആയിട്ടേ ഉള്ളൂ. ആ ഒരു 7 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോക്ക് യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പേഴ്സും അതിൻ്റെ പ്രൈസും ഏതാണോ നല്ലത്, അവൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഡയപ്പേഴ്സ് എനിക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ട് ഏതാണ് തോന്നിയിട്ടുള്ളത്, മോശം അനുഭവം ഏതൊക്കെ ഡയപ്പറാണ് മോശം, ഏതൊക്കെയാണ് നല്ലത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നതോടൊപ്പം വീഡിയോക്ക് ഒരു ലൈക്കും തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡയപ്പറിന് വേണ്ടിയിട്ടായിരിക്കും, ചെറിയ കുട്ടികളുള്ള അമ്മമാർ. അപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ആദ്യം അറിഞ്ഞുകൂടാ ഏതാണോ നല്ല ഡയപ്പർ, എങ്ങനെയാണ് ഡയപ്പർ വാങ്ങുന്നത്, ഓൺലൈനിലാണോ ഓഫ്ലൈനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരും പറഞ്ഞത് പാമ്പേഴ്സ് ആണ്. പൊതുവേ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നത് പാമ്പേഴ്സ് ആണല്ലോ. സോ അങ്ങനെ ഫസ്റ്റിൽ എൻ്റെ മോക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുട്ടി പാക്സ് ഉണ്ടല്ലോ, ആ ഒരു 2 എണ്ണം വരുന്നത്, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂബോൺ സൈസ് ആണ് നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുക, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പാമ്പേഴ്സിൻ്റെ ഈ ഒരു കുട്ടി പാക്കാണ്, 2 എണ്ണം വരുന്ന പാക്കാണ് ഞാൻ ആദ്യം മോക്ക് ജനിച്ചപ്പോൾ തൊട്ട് ഹോസ്പിറ്റലിലെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് ഞാൻ ആദ്യം ഡയപ്പറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം. പിന്നെ മണ്ണിൻ്റെ കുറച്ച് ഇഷ്യൂ എല്ലാം ആയിക്കൊണ്ട് അവിടെ നിന്ന് വാങ്ങി ചെയ്തത് പാമ്പേഴ്സ്. എല്ലാവരും പണ്ട് മുതലേ കേട്ട് വരുന്നത് പാമ്പേഴ്സ് നല്ല ബ്രാൻഡിൽ നിന്നാണ്, അതുകൊണ്ട് പാമ്പേഴ്സ് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ. ന്യൂബോൺ സൈസ് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം ഒരു പാമ്പേഴ്സിന്, ഒരു ഡയപ്പറിന് 10 രൂപ. ന്യൂബോൺ സൈസ് 20 ആണെങ്കിൽ ഒന്നിൽ 2 എണ്ണം ആണല്ലോ ഉണ്ടാവുക. അപ്പം ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ ഒരു ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തതിനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ എൻ്റെ മോക്ക് ഉണ്ടായിരുന്നില്ല, ഇതുവരെ ഇല്ല കേട്ടോ. പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാമ്പേഴ്സിൻ്റെ തന്നെ പ്രീമിയം ടേപ്പ്ഡ് ഡയപ്പറാണ്. ഇത് പാൻ ടൈപ്പ് അല്ലേ, പാൻ ടൈപ്പ് ഡയപ്പർ അല്ലേ. അപ്പം സെക്കൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീമിയം ടേപ്പ്ഡ് ഡയപ്പേഴ്സ് ആണ്. ഞാൻ ഓരോന്നിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം കേട്ടോ, ഓരോന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം ഞാൻ ഇവിടെ എല്ലാം നിന്നിട്ടുണ്ടായിരുന്നത് ഉമ്മാമ്മൻ്റെ വീട്ടിലാണ്. സോ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞപ്പം തന്നെ കളഞ്ഞു. എനിക്ക് അന്നേരം ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല, ഇങ്ങനെ റിവ്യൂ ചെയ്യണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിച്ച ആ ഒരു 2 പാക്ക് മോശമായിട്ടല്ല സെക്കൻഡ് ആ ഒരു പ്രീമിയം ഡയപ്പർ വാങ്ങിച്ചത്, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഷോപ്പിൽ തന്നെയാണ് രണ്ടാമത് പ്രീമിയം ടൈപ്പ്ഡ് ഡയപ്പേഴ്സ് വാങ്ങിച്ചത്. 24 പീസുള്ള 399 രൂപയുടെ ഡയപ്പറാണ് സെക്കൻഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ടൈപ്പ്ഡ് ഡയപ്പർ. അപ്പം ടേപ്പ്ഡ് ഡയപ്പറിനെക്കാട്ടിയും എനിക്ക് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയത് പാൻ ഡയപ്പർ തന്നെയാണ്, പാൻ ടൈപ്പ് തന്നെയാണ്. ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടീൻ്റെ പൊക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പം ഇട്ടുകൊടുക്കുന്നതിന് എളുപ്പത്തിലും നമുക്ക് ടേപ്പ്ഡ് ഡയപ്പർ തന്നെയാണ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ പാൻസ് ഡയപ്പർ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക അല്ലേ. അപ്പം അതും നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ്. ഈ ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത് ചെറിയ പാക്കിൽ, പക്ഷെ ഇതിനേക്കാളും ക്വാളിറ്റി ആ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഡയപ്പറിനാണ് എന്ന് മാത്രം. എൻ്റെ വാങ്ങിച്ചതിന് 399 റേറ്റ്. അപ്പം ഒരു ഡയപ്പറിന് 24 പീസാണ് അതിലുണ്ടായിരുന്നത്. അപ്പം ഒരു ഡയപ്പറിന് 16 രൂപയാണ് റേറ്റ്. നിങ്ങൾ നോക്കണം, കൂടുതലാണ്, ക്വാളിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ് നമ്മുടെ പാമ്പേഴ്സ് ഡയപ്പറിന്. അപ്പം സെക്കൻഡ് വാങ്ങിച്ച ഡയപ്പറിൽ ഒരു പീസിന് 16 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങാമെന്ന് വിചാരിച്ചു, കാരണം നമ്മളെ പോലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഒരു ഡയപ്പേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും എത്രയോ വില കുറവാണ് ഓൺലൈനിൽ വാങ്ങുന്നത്. സോ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ വാങ്ങാമെന്ന് വിചാരിച്ചു മൂന്നാമത്. പിന്നെ ഒരു പേടിയുണ്ട്, ഇനി ഓൺലൈനിൽ വാങ്ങിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള പേടി. കാരണം എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്, ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴും നല്ല തന്നെ ആയിരിക്കും ഡയപ്പർ, അങ്ങനെയുള്ള ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പം മൂന്നാമത് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു കഡിൽസിൻ്റെ ഡയപ്പറാണ്. ഇത് ന്യൂബോൺ സൈസ് 36 പാൻസ് വന്നിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കഡിൽസിൻ്റെ ഡയപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും കഡിൽസിൻ്റെ ഡയപ്പർ അറിയണ്ടാവും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ കഡിൽസിൻ്റെ, ഞാൻ ന്യൂബോൺ സൈസ് വാങ്ങിച്ചുള്ള കഡിൽസിൻ്റെ ഡയപ്പർ 36 പീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 220 രൂപയാണ്. നമ്മൾ 399 രൂപക്ക് 24 പീസാണ് വാങ്ങിച്ചതെങ്കിൽ 229 അങ്ങനെ എന്തോ റേറ്റ്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. 36 പാൻസാണ്. നിങ്ങൾ നോക്കിയ റേറ്റിൻ്റെ ആ ഒരു വ്യത്യാസം തന്നെ. അപ്പം ഈ ഒരു കഡിൽസിൻ്റെ ഡയപ്പറിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്,
കോട്ടണി സോഫ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഫുള്ളി കോട്ടൺ അല്ല കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നോൺ വോവൻ പോളി പ്രൊപ്പലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക്. പിന്നെ റാഷസോ കാര്യങ്ങളോ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ലീക്കേജോ യാതൊരുവിധ പ്രശ്നമോ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കഡിൽസിന്റെ ഡയപ്പർ എന്ന് പറയുന്നത്. നല്ല ചീപ്പസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലെ ഡയപ്പർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പ്രിഫർ ചെയ്യും. നല്ല ഡയപ്പർ തന്നെയാണ്. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ മക്കൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പം ഞാൻ പറയാൻ പോകുന്ന ഏത് ഡയപ്പേഴ്സ് ആയാലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ഞാനിത് പറയാത്ത ഏതെങ്കിലും ഡയപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരാം ഏതാണ് നല്ലത്. പിന്നെ അല്ല അങ്ങോട്ട് പിന്നെ ഓൺലൈൻ തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ റേറ്റ് തന്നെയാണ്. സോ അങ്ങനെ നമ്മൾ കഡിൽസിന്റെ ഡയപ്പർ ആണല്ലോ നമ്മൾ തേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടിക്ക് ഈ ഒരു സൈസ് പറ്റാണ്ടായി, മീൻസ് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ന്യൂ ബോൺ സൈസ്. അവർക്ക് സ്മോൾ സൈസിലോട്ട് മാറി കേട്ടോ മോള്. അപ്പം ഓരോരോ സൈസ് എന്ന് പറയുന്നത് സൈസ് എങ്ങനെയാണ് കണ്ടെത്തുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പം കഡിൽസിന്റെ ഈ ഒരു ഡയപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ സൈസ് അപ് ടു 5 kg ആണ്. 5 kg വരെയുള്ള പിള്ളേർക്കാണ് ഈ ഒരു ന്യൂ ബോൺ സൈസ് സ്യൂട്ട് ആവാം. അപ്പം ഓരോരു ബ്രാൻഡിന്റെയും ഡയപ്പേഴ്സിന്റെ മേലിൽ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. വെയിറ്റിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു സൈസസ് വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പം ഞാൻ എൻ്റെ മോക്ക് സ്മോൾ സൈസ്, ഇനി 4 to 8 kg ഉള്ള പിള്ളേർക്കാണ് സ്മോൾ സൈസ് സ്യൂട്ട് ആവാം. സോ അങ്ങനെ ഇനി സ്മോൾ സൈസിലോട്ട് മാറി. അങ്ങനെ കഡിൽസിന്റെ സ്മോൾ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. കറന്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും ഡയപ്പർ നോക്കാൻ വിചാരിച്ചിട്ട് ഒരു സ്മാർട്ട് ടോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ കണ്ടു. അപ്പം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എന്ത് വാങ്ങുമ്പോൾ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങാറുള്ളത്. നിങ്ങൾ അതുപോലെ തന്നെ റിവ്യൂ നോക്കിയിട്ട് മാത്രം വാങ്ങാം കേട്ടോ. അപ്പം പുതിയ ഡയപ്പർ ആണല്ലോ. കഡിൽസ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു, നല്ല തന്നെയാണ്. അപ്പം സെക്കൻഡ് സ്മോൾ സൈസ് നോക്കുമ്പോൾ അത് കറന്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഡയപ്പർ അന്വേഷിച്ചത്. അങ്ങനെ കിട്ടിയതാണ് സ്മാർട്ട് ടോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ. ഏകദേശം കഡിൽസിന്റെ അതേ പേര് തന്നെയാണ്. അതിന്റെ ആ ഒരു സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ തന്നെയാണ് കേട്ടോ ഡയപ്പർ. എന്നിട്ട് അത് ഓർഡർ ചെയ്തു. അപ്പം ആ ഒരു എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കഡിൽസ് തീരുന്നതിന് മുമ്പേ ഓർഡർ ചെയ്യണമായിരുന്നു. അപ്പം ഞാനിത് തീർന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത ഡയപ്പർ നോക്കിയതും ഓർഡർ ചെയ്തതും. എനിക്ക് ഇപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളെ ഡയപ്പർ ബൾക്കായിട്ടാണല്ലോ ഇനി വാങ്ങാൻ പോകുന്നത് വിചാരിക്കാം. അപ്പം നമ്മൾ ആ ഒരു ഡയപ്പർ യൂസ് ചെയ്തിട്ട് പകുതി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നമ്മുടെ അടുത്ത ഡയപ്പർ ഓർഡർ ചെയ്യാം. കാരണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഇനിയും ഷോപ്പിൽ നിന്ന് വേറെ ഒരു സാധാ ഡയപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് നഷ്ടമാണ്. ആ ഒരു പ്രൈസ് നല്ല രീതിക്ക് നഷ്ടമാണ്. കാരണം ഓരോ സൈസ് കൂടുമ്പോഴും ആ ഒരു ഡയപ്പറിന്റെ പ്രൈസ് റേഞ്ചും കൂടി വരികയാണ്. ഇപ്പോൾ ന്യൂ ബോൺ സൈസ് പോലെയല്ല, ഇനി സ്മോൾ സൈസ്, മീഡിയം, ലാർജ്, എക്സൽ ആ ഒരു സൈസിലോട്ട് പോകുമ്പം പ്രൈസും മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്മാർട്ട് ടോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ ഓർഡർ ചെയ്തു. കഡിൽസ് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചതാണ് ടെഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയപ്പർ. അത് ന്യൂ ബോൺ സൈസ് തന്നെയാണ് വാങ്ങിച്ചത്. എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ആ ഒരു 99 രൂപക്ക് 9 പീസാന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ 9, 10 അങ്ങനെ എന്തോ ആണ്. അപ്പം ടെഡി എന്നാണ് പേര്. ഫസ്റ്റ് ടൈമാണ് ടെഡി യൂസ് ചെയ്യുന്നത്. കടയിൽ കണ്ടപ്പം തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ടെഡി. അത് യൂസ് ചെയ്തപ്പം എൻ്റെ മോക്ക് സത്യം പറഞ്ഞാൽ റാഷസ് വന്നു. അത് എൻ്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളുടെ സ്കിന്നും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ഓരോ പിള്ളേർക്കും ഓരോന്ന് പറ്റൂല. അങ്ങനെ ടെഡി എൻ്റെ മോക്ക് പറ്റാത്തൊരു ഡയപ്പറാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലതായിട്ട് ഇങ്ങനെ റെഡ്നെസ് വന്നു. അങ്ങനെ പറ്റാത്ത രീതിയിലായി. പിന്നെ റാഷ് ക്രീമും കാര്യങ്ങളൊന്നും നമുക്ക് ആ ടൈമിൽ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയാണ്. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ റാഷ് ക്രീമിനെക്കാട്ടിയും എത്രയോ ബെറ്റർ എഫക്റ്റീവ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നോക്കി. നിങ്ങളെ കുട്ടിക്ക് റാഷസോ റെഡ്നെസ്സോ കാര്യങ്ങൾ എന്തെങ്കിലും വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നോക്കി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പേടിയായി, ഈ ഒരു ടെഡി എൻ്റെ മോക്ക് പറ്റുന്നില്ല. ഞാൻ ഓർഡർ ചെയ്തതും പറ്റാണ്ടിരിക്കുമോ എന്നുള്ളൊരു പേടി വന്നു. പക്ഷേ നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം ടെഡി പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം 2-3 ദിവസം കൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടല്ലേ പെട്ടെന്ന് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്മാർട്ട് ടോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ ഞാനത് എടുത്തു വെക്കാൻ മറന്നു കേട്ടോ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാനതിൽ യൂസ് ചെയ്ത് തീർന്നു. ഞാനതിൻ്റെ പാക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളും വിശ്വസിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ടൊഡിൽസിൻ്റെ സ്മാർട്ട് ടൊഡിൽസിൻ്റെ ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്, ഡയപ്പർ എന്ന് പറയുന്നത്, ഡയപ്പർ പാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പം പാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ടൊഡിൽസിൻ്റെ ഡയപ്പർ. അങ്ങനെ ഈ ഒരു ഡയപ്പർ വന്നു. ഇതിലിപ്പോൾ 399 എന്നാണ് റേറ്റ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 263 രൂപക്കാണ്. 42 പീസ് ഡയപ്പർ, 42 പീസ് ഡയപ്പർ. അപ്പം ഒന്നിന് റേറ്റ് വരുന്നത് 6 രൂപയാണ്. അപ്പം ഇത് വന്നു, യൂസ് ചെയ്തു. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടും യാതൊരുവിധ പ്രശ്നമില്ല, അൽഹംദുലില്ലാഹ്. അപ്പം പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ്. പക്ഷെ കുറച്ച് എന്താ പറയാ, ഈ ഒരു കഡിൽസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അത് കുറച്ചും കൂടി കുറച്ചൊരു വെയിറ്റ് ഉള്ളത് പോലെ തോന്നി. കഡിൽസ് പോലെ തന്നെ അതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നോൺ വോവൻ പ്രോപ്ലീൻ, ഏതിന്റെ പ്രൊണൗൺസിയേഷൻ ആകാമെന്ന് നമുക്കറിയില്ല. അപ്പം അവിടെ കണ്ടത് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചു, നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ടൊഡിൽസിന്റെ ഡയപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, അത് യൂസ് ചെയ്തിട്ടും അൽഹംദുലില്ലാഹ് ഒരു റാഷസോ കാര്യങ്ങളോ ലീക്കേജോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബൾക്കി ഫീലിങ്ങോ ടൊഡിൽസിന്റെ ആ ഒരു ഡയപ്പർ യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ടെഡിയും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് 5ാമത്തെ ഡയപ്പറായി. ടെഡിന്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പാഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ആ ഒരു ഡയപ്പറിന്റെ പാഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. പക്ഷെ എൻ്റെ മോക്ക് എന്തോ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. അപ്പം ഇതും കൂടിയിട്ട് 5ാമത്തെ ഡയപ്പറാണ് നമ്മുടെ സ്മാർട്ട് ടൊഡിൽസിന്റെ ഡയപ്പർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്മാർട്ട് ടൊഡിൽസ് തീരാൻ മുമ്പേ തന്നെ നമ്മൾ വേറെ ഒരു ഡയപ്പർ ഓർഡർ ചെയ്തു. നമ്മുടെ പാമ്പേഴ്സിന്റെ ഹാപ്പി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഇതാണ് കേട്ടോ സംഭവം. സ്മാർട്ട് ടൊഡിൽസ് നല്ല തന്നെ. പിന്നെ നിങ്ങൾ എന്തിനാ വേറെ ഡയപ്പർ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഓരോന്ന് യൂസ് ചെയ്തിട്ട് ഏതാണോ നല്ലത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്നറിയാം, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാമ്പേഴ്സിന്റെ ഈ ഒരു വേരിയന്റ് വാങ്ങിച്ചത്. സ്മാർട്ട് ടൊഡിൽസ് നല്ല തന്നെയാണ്, യാതൊരു ഇത് പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് വേറെ ഏതും യൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട്, യൂസ് ചെയ്ത് നോക്കണമെന്നുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഈ ഒരു വേരിയന്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. 48 പീസിന് 394 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു പീസിന് 8 രൂപയാണ് ഒരു പീസിന് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡയപ്പർ എന്ന് പറയുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡയപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പാമ്പേഴ്സിന്റെ സ്മെല്ല് ഭയങ്കര അടിപൊളി സ്മെല്ലല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പാമ്പേഴ്സിന്റെ ഹാപ്പി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ എന്ന് പറയുന്നത്. എന്താ പറയാ, നല്ല അടിപൊളി ഡയപ്പറാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് വെച്ചിട്ട് ലീക്കേജോ റാഷസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ ലൈക്ക് പ്രോപ്ലീൻ, ആ ഒരു നോൺ മോവൻ ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. കോട്ടൺ മിക്സ്ഡ് ആണ് എന്ന് വിചാരിച്ച് 100% കോട്ടൺ അല്ല. നമ്മുടെ പാമ്പേഴ്സും 100% കോട്ടൺ ഒന്നല്ല. പക്ഷെ ടെഡി കോട്ടൺ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള, കോട്ടൺ മീൻസ് എല്ലാം മിക്സ്ഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ് നമ്മുടെ ഈ പാമ്പേഴ്സിന്റെ ഹാപ്പി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ. കണ്ടും കൂട്ടി വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള ബ്രാൻഡാണ് നമ്മുടെ പാമ്പേഴ്സിന്റെ ഈ ഒരു ഹാപ്പി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ്. അടിപൊളി ഡയപ്പറാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സാധാ ഒരു ഡയപ്പറിനെക്കാട്ടിയും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റാഷസോ കാര്യങ്ങളോ ഇല്ല, ലീക്കേജോ കാര്യങ്ങളോ ഇല്ല, ബൾക്കി ഫീലിങ്ങും ഇല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചിട്ട് ബൾക്കി ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ്. അപ്പം ഇതാണ് ഞാൻ 6ാമത് എൻ്റെ മോക്ക് വാങ്ങിച്ചിട്ടുള്ള ഡയപ്പർ എന്ന് പറയുന്നത്. ഇനി 7ാമത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡയപ്പർ കാണിച്ചു തരാം കേട്ടോ. 7ാമത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കഡിൽസിന്റെ ഡയപ്പർ തന്നെയാണ്. അപ്പം സ്റ്റോക്ക് വന്നു. ഞാൻ കുറേ നോക്കി സംഭവം. ഞാൻ കഡിൽസിന്റെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ കറന്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട്, ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആയിട്ടാണ് കഡിൽസിനെ കാണാറ്. സോ വന്നപ്പോൾ ഞാൻ വീണ്ടും കഡിൽസിനെ ഓർഡർ ചെയ്തു കേട്ടോ. സ്മോൾ സൈസ്, നമ്മൾ ആദ്യം ന്യൂ ബോൺ സൈസ് ആണ് ഓർഡർ ചെയ്തത്. ഇതെല്ലാം സ്മോൾ സൈസ് ആണ് കേട്ടോ ഇപ്പം പറഞ്ഞതെല്ലാം. അപ്പം ഇനിയും നമ്മൾ സ്മോൾ സൈസ് ഡയപ്പർ ഓർഡർ ചെയ്യേണ്ടായി. ഞാൻ കാണിച്ചു തരാം. കഡിൽസിന്റെ 78 പാൻസ് വന്നിട്ടുള്ള ഡയപ്പർ ആണ്. സ്മോൾ സൈസ് ഡയപ്പർ കേട്ടോ. 4 to 8 kg ആണ് സ്മോൾ സൈസ് വരിക. അപ്പം നമ്മുടെ കുട്ടിക്ക് 4 to 8 kg വരെയുള്ള ഒരു വെയിറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഈ ഒരു സ്മോൾ സൈസ് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പം നമ്മൾ ഏഴാമത് വാങ്ങിച്ചിട്ടുള്ളത് കടൽസിന്റെ ഈ ഒരു സൂപ്പർ പാൻസ് തന്നെയാണ്. ഇതിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഡയപ്പറാണ്. അപ്പം പിന്നെ ഇടയ്ക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കുറെ റിവ്യൂസ് എല്ലാം കണ്ടു കടൽസ് ഇപ്പം മോശമാണ്, ആദ്യത്തെ അത്ര ക്വാളിറ്റി ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ രണ്ടാമത് വാങ്ങിച്ചപ്പം ഒരു പ്രശ്നവും ഇല്ല. അൽഹംദുലില്ലാ നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. റാഷസോ കാര്യങ്ങളോ ബൾക്കി ഫീലിങ്ങോ ഒന്നും ഇല്ല കേട്ടോ, ലീക്കേജോ പ്രശ്നമോ അൽഹംദുലില്ലാ ഇല്ല കേട്ടോ, ഇതുവരെ ഇല്ല. അങ്ങനെ സ്മോൾ സൈസ് ഡയപ്പർ 78 പീസ് 78 പീസിന് എനിക്ക് അയച്ചുള്ളത് 543 രൂപയാണ്. അപ്പം ഒരു ഡയപ്പറിന് ഒരു 6.9 ആ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 6.9 ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഡിയം സൈസിലോട്ട് മാറി കേട്ടോ. പിന്നെ സ്മോൾ സൈസ് കുറച്ച് ടൈറ്റ് ആവാൻ തുടങ്ങി, അപ്പം തന്നെ ഞാൻ മീഡിയം സൈസിലോട്ട് മാറി. മീഡിയം വാങ്ങിക്കുമ്പോൾ മീഡിയം അത്ര കറക്റ്റ് ഒന്നല്ല ഉണ്ടായിരുന്നത്, കുറച്ച് മീഡിയം കുറച്ച് ലൂസ് ആയിരുന്നു. മീൻസ് സ്മോൾ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ആ ഒരു റെഡ്നെസ്, ആ ഒരു ടൈറ്റ് ആയതുകൊണ്ടുള്ള റെഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഡിയം ചൂസ് ചെയ്തു, മീഡിയം വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ കടിൽസിന്റെ ഡയപ്പർ തീർന്നു പോയപ്പം ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൽ ഇതിപ്പോൾ തീരാൻ മുന്നേ നമ്മൾ വേറെ ഡയപ്പർ ഓർഡർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ വേറെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നഷ്ടം വരും. അങ്ങനെ ഞാൻ ഈ കടിൽസിന്റെ ഡയപ്പർ തീർന്നപ്പം വാങ്ങിച്ച ഒരു ഡയപ്പറാണ് ഈ ഒരു മാമി പോക്കോ പാൻസ്. ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ വാങ്ങിച്ചത്. ഇതിന്റെ 99 അപ്പം ഒരു പീസിന് എത്ര വരുന്നത്? ഒരു പീസിന് 12 രൂപയാണ് വരുന്നത് റേറ്റ്. ഇതാണ് നമ്മുടെ മാമി പോക്കോ പാൻസ്. നമുക്കറിയാലോ, പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡയപ്പറാണ് ഈ ഒരു മാമി പോക്കോ പാൻസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് റാഷസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇത് ലീക്ക് ആവുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തതും ലീക്ക് ആവുന്നുണ്ട് കേട്ടോ, നമുക്ക് ലീക്ക് ആവുന്നുണ്ട് ഈ ഒരു ഡയപ്പർ. സോഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ലീക്ക് ആവുന്നുണ്ട് ഈ ഒരു ഡയപ്പർ. ഇതിന്റെ ഒരു കണ്ടാ മാമി പോക്കോ പാൻസ് ഓൾ നൈറ്റ് അബ്സോർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയന്റ് ആണ് ഞാൻ പറയുന്നത് ലീക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ തന്നെ വേറെ ഒരു ഡയപ്പർ ഉണ്ട്, മാമി പോക്കോ പാൻസിന്റെ തന്നെ ഒരു കോക്കനട്ട് വേരിയന്റിലെല്ലാം വന്നിട്ടുള്ള ഒരു ഡയപ്പർ, എക്സ്ട്രാ അബ്സോർബ്. ഞാൻ പിക്ചർ കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു ഡയപ്പർ 2 പീസ് വരുന്നിട്ടുള്ള ഡയപ്പർ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. അപ്പം അത് അൽഹംദുലില്ലാ നല്ല അടിപൊളി ഡയപ്പറാണ് കേട്ടോ തോന്നിട്ടോ. എല്ലാ ഡയപ്പറിനെക്കാട്ടും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു മാമി പോക്കോ പാൻസിന്റെ ആ ഒരു എക്സ്ട്രാ അബ്സോർബ്, ആ ഒരു കോക്കനട്ട് പിക്ചറിൽ വന്നിട്ടുള്ള പിക്ചർ കൊടുക്കുക, ആ ഡയപ്പറാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്ലോപ്പ് ഡയപ്പറാണ്. എനിക്ക് മാമി പോക്കോ പാൻസിന്റെ ഈ ഒരു വേരിയന്റ് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലൂവിൽ മഞ്ഞ കളർ വരുന്നത്, അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഫുൾ ബ്ലൂ കളറിലുള്ള ഒരു ഡയപ്പർ ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് റാഷസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ലീക്കേജിന്റെ ഒരു ലീക്കിംഗ് പ്രശ്നം മാത്രം ഈ ഒരു ഡയപ്പറിൽ എനിക്ക് തോന്നിയിട്ടോ. അതുപോലെ തന്നെ വേറെ ഡയപ്പറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്ന് ട്രൈ ആക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് 2 വരുന്നത് തന്നെ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഡയപ്പറാണ്. മീഡിയം സൈസ് രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2 ആണല്ലോ വരുന്നത്. അപ്പം ലിറ്റിൽ ഏഞ്ചലിന് 29-30 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. അപ്പം ഒരു പീസിന് 15 രൂപയാണ് വരുന്നത് ലിറ്റിൽ ഏഞ്ചൽ. അതുപോലെ തന്നെ നമ്മുടെ മാമി പോക്കോന്റെ 2 പീസ് വരുന്നതിന് 29-30 അങ്ങനെ നമുക്ക് ഓർമ്മയില്ല. ഇപ്പം ലിറ്റിൽ ഏഞ്ചലിന്റെ എനിക്ക് പറയാനുള്ളത്, ഇത് യൂസ് ചെയ്തപ്പം എനിക്ക് ലിറ്റിൽ ഏഞ്ചലിന്റെ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിക്ചർ കൊടുക്കാം കേട്ടോ. അപ്പം അതും ഒരു നമ്മുടെ മാമി പോക്കോ പോലെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഒരു ഹെവി, ഒരു നമുക്കിങ്ങനെ ലൈറ്റ് വെയിറ്റ് അല്ലായിരുന്നു കേട്ടോ, കുറച്ച് വെയിറ്റ് ഉള്ള ഡയപ്പർ പോലെ ഒരു ലിറ്റിൽ ഏഞ്ചലിന്റെ ഡയപ്പർ. ഇനി മിനി പാക്ക് ആയിക്കൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആ ഒരു ഡയപ്പർ കുറച്ച് ലീക്കേജിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റെഡ്നെസ് എൻ്റെ മോക്ക് വന്നിട്ടുണ്ടായിരുന്നു ലിറ്റിൽ ഏഞ്ചൽ യൂസ് ചെയ്തപ്പം. പിന്നെ ഞാൻ അത് വാങ്ങിച്ചിട്ടേ ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ലിറ്റിൽസിന്റെ ഡയപ്പർ. ഇപ്പം കറന്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡയപ്പറാണ്. ലിറ്റിൽസിന്റെ ഒരു പ്രീമിയം ഫ്ലഫി സോഫ്റ്റ് പാൻസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സംഭവം കടൽസിന്റെ ആണ് ഞാൻ അന്വേഷിച്ചത്, പക്ഷെ കടൽസിന്റെ കറന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഉണ്ടാവില്ല. അപ്പം അധികം സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ലിറ്റിൽസിന്റെ ഈ ഒരു പ്രീമിയം ഫ്ലഫി സോഫ്റ്റ് പാൻസ്. അപ്പം ഇതാണ് കറന്റ് യൂസ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതും കുറച്ച് ഹാർഡ് മെറ്റീരിയൽ പോലെ, മീൻസ് കുറച്ച് വെയിറ്റ് ഉള്ളത് പോലെ, അതുപോലെ തന്നെ ബൾക്കി ഫീലിംഗ്, ലോ അബ്സോർബേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ മൂത്രയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ബൾക്കി ഫീലിംഗ് ഇങ്ങനെ വീർത്ത് വരാം. ആ ഒരു സംഭവം ഈ ഒരു
ലിറ്റിൽസിന്റെ ഈ ഒരു ഡയപ്പറിലും എനിക്ക് അധികം മൂത്രം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കല്ലോ. പക്ഷെ അതിന് മുന്നേ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ബൾക്കി ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്ലോപ്പ് ഡയപ്പർ തന്നെയാണ്. എനിക്ക് ഈ ഒരു പേഴ്സണലി എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര റിവ്യൂ കാണിച്ചാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മീഡിയം സൈസ് 72 പാൻസിന് എനിക്ക് നല്ല ഓഫറിൽ 386 രൂപയ്ക്ക് 72 പീസിനുള്ള ഡയപ്പറാണ്. പക്ഷേ 5 രൂപ എങ്ങാണ്ട് റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ എനിക്കിതും അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഫ്ലോപ്പ് ഡയപ്പർ തന്നെയാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡയപ്പർ എന്ന് പറയുന്നത് ലിറ്റിൽസിന്റെ ഈ ഒരു ഡയപ്പറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. റാഷസും കാര്യങ്ങളൊന്നും ഇല്ല അൽഹംദുലില്ലാ. പക്ഷെ ഇതിന്റെ ലീക്കേജും പിന്നെ ആ ഒരു ബൾക്കി ഫീലിങ്ങും ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മോക്ക് എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യാറില്ല. അത് വേറെ കാര്യം. നിങ്ങൾ വിചാരിക്കും ഇതെന്തിന് ഇത്രപാട് ഡയപ്പേഴ്സ് എന്ന് വിചാരിക്കും. നമുക്കറിയാലോ, ന്യൂ പാരന്റ്സിന് മാത്രമേ അറിയില്ല. പുറമേ നോക്കുന്നവർക്ക് ഇതിന്റെ ഇത്രപാട് ഡയപ്പേഴ്സ് എന്നെല്ലാം തോന്നും. പക്ഷെ ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ അതുപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ മോക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ 7 മാസം പൂർത്തിയായി അൽഹംദുലില്ലാ. 8ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും തുണി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. ഇപ്പം ഈ ഒരു ടൈമിലെല്ലാം തുണി വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പം ഈവനിങ് ആണ് കേട്ടോ. അപ്പം ഇപ്പോഴും തുണി വെച്ചിട്ടാണ് ഉള്ളത്. തുണി തന്നെയാണ് വെക്കാറ്. ഇടയ്ക്ക് മാത്രമേ ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കാറില്ല വീട്ടിൽ നിന്ന്. എപ്പോഴും നൈറ്റും പിന്നെ പുറത്തടങ്ങും പോകുമ്പോൾ മാത്രമേ ഡയപ്പർ ഇട്ട് കൊടുക്കാറില്ല. എന്തെങ്കിലും റെഡ്നെസ് തോന്നാന്നുണ്ടെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുമല്ലോ, അപ്പം അത് പരത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറാറുണ്ട് കേട്ടോ. ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഡയപ്പർ ഫ്രീ ആയിട്ട് വിടാന്നുള്ളതാണ്. എന്നാൽ റാഷസും കാര്യങ്ങളൊന്നും വരൂല അൽഹംദുലില്ലാ. എൻ്റെ മോക്ക് ഇതുവരെ റാഷസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമൊന്നും അൽഹംദുലില്ലാ വന്നിട്ടില്ല കേട്ടോ. ചെറിയ റെഡ്നെസ് ഇങ്ങനെയെല്ലാം വന്നിട്ടില്ല. ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലിറ്റിൽസിന്റെ ഈ ഒരു ഡയപ്പറാണ്. നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം. അപ്പം പിന്നെ ഞാൻ ഇപ്പം ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഷോപ്സിൽ ഫ്ലിപ്കാർട്ടിലും ബിഗ് ബില്യൺ സെയിൽ നടക്കാണ്. നമ്മൾ കഡിൽസിന്റെ ഡയപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഡിൽസിന്റെ 142 അല്ലെ 148 പാൻസ് വന്നിട്ടുള്ള ഡയപ്പറാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത്. ഇപ്പം വരുന്നതേ ഉള്ളൂ, ഓൺ ദ വേ ആണ്. അപ്പം ഞാൻ അത് വന്നു കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ടിട്ട് വിടാം കേട്ടോ സംഭവം. അപ്പം അതിനിപ്പോൾ എത്ര റേറ്റ് എന്നറിയോ? നമ്മൾ 1,500 രൂപയ്ക്കാണ് ഈ ഒരു 78 പാൻസ് എല്ലാം വാങ്ങുന്നത്. അപ്പം 74 പീസാണ് വരുന്നത്, മീഡിയം സൈസ്. അപ്പം 2 പാക്കാണ് കേട്ടോ വരുന്നത്. 650 രൂപയ്ക്ക് 2 പാക്ക്, അതായത് 148 പീസാണ് നമുക്ക് വരുന്നത്. അപ്പം ഒരു ഡയപ്പറിന് 4 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നോക്കിയേ, 15 ഇപ്പം മീഡിയം സൈസിന് ഒന്നിന് തന്നെ 15-16 രൂപയിലും വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസിൽ നിന്നും എത്രയോ ആ ഒരു ലോ പ്രൈസാണ് നിങ്ങൾ നോക്കിയ 4 രൂപയാണ് വെറും ഒരൊറ്റ ഡയപ്പറിന് 4 രൂപയാണ് വരുന്നത്. എല്ലാറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇപ്പം ഒരുപാട് ഡയപ്പേഴ്സ് ഉണ്ടല്ലോ പൊതുവെ. അപ്പം നിങ്ങൾ ഇതിൽ പറയാത്തത് ഏതെങ്കിലും നിങ്ങളെ കുട്ടിക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാ നല്ലത് എന്നുള്ളത്. ഞാനിപ്പം പറയാത്ത ഡയപ്പേഴ്സ് ഉണ്ടാവുമല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് നോക്കാമല്ലോ. അപ്പം ഈ ഒരു 7 മാസത്തിന്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് ഇത്രയും ഡയപ്പേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ഫുൾ ടൈം ഈ ഡയപ്പർ യൂസ് ചെയ്യുന്ന ഒരാളല്ല. നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാ നമ്മുടെ പാമ്പേഴ്സിന്റെ ആന്റി റാഷ് ബ്ലാങ്കറ്റിൽ വേരിയന്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഡയപ്പറും, പിന്നെ പാമ്പേഴ്സിന്റെ തന്നെ ഹാപ്പി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയന്റും, പിന്നെ നമ്മുടെ കഡിൽസിന്റെ ഡയപ്പറും, അതുപോലെ തന്നെ നമ്മുടെ മാമി പോക്കോന്റെ ആ ഒരു കോക്കനട്ട് എക്സ്ട്രാ അബ്സോർപ്ഷൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ, പിന്നെ സ്മാർട്ട് ടോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ ഉണ്ടല്ലോ, അതും നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടെഡി. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ടെഡി എനിക്ക് തീരെ പറ്റിയിട്ടില്ല എൻ്റെ മോക്ക്. അത് മിനി പാക്ക് ആയതുകൊണ്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് യൂസ് ചെയ്തിട്ടേ ഇല്ല. അതും പിന്നെ മാമി പോക്കോന്റെ ഈ ഒരു മഞ്ഞ വേരിയന്റിൽ വന്നിട്ടുള്ള ഡയപ്പർ ഉണ്ടല്ലോ അതും, പിന്നെ ലിറ്റിൽസിന്റെ ഈ ഒരു ഇതും. റാഷസ് ഒന്നും ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലിറ്റിൽ ഏഞ്ചല് ഇതൊക്കെയാണ് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിങ്ങനെ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ പാമ്പേഴ്സിന്റെ ഒക്കെ ജെൽ ടൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ഉപ്പുള്ള വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് അങ്ങ് അബ്സോർബ് ആയി പോയിക്കോളും. ഉള്ള ഡയപ്പേഴ്സിലൊക്കെ കോട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ പേപ്പർ, പോളിമർ, അങ്ങനത്തെ ടൈപ്സ് ഓഫ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അത് ഒരു ഉപ്പിട്ട വെള്ളത്തിൽ വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉൾഭാഗം കളഞ്ഞിട്ട് മറ്റേത് കത്തിക്കാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഡയപ്പറിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ചായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഡയപ്പറിന്റെ വീഡിയോ ചെയ്യാന്ന്. അപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. കാരണം 2-3 മാസത്തോളായി നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പം സ്റ്റാർട്ടിങ് ട്രബിളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം ഇത്രയും ഇല്ലെന്നത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.